ഒരു താരതമ്യത്തിന് വേണ്ടിയാണ്. രണ്ട് രാജ്യങ്ങൾ, രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് കാഴ്ചപ്പാടുകൾ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. പണ്ട് ഫലസ്തീനിൽ കുറേ ഇസ്രയേലുകാരെ തടവിലാക്കിയിരുന്ന സന്ദർഭങ്ങളിൽ വളരെ ഭീകരവും മാരകവുമായ പല വീഡിയോകളും പല വാർത്തകളും ലോകം മുഴുവൻ സംപ്രേഷണം ചെയ്തിരുന്നു. അവരെ ബലാത്സംഗം ചെയ്തുവെന്നും അവരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇസ്രയേലിൻ്റെ തന്നെ മൊസാദ് അടക്കമുള്ളവർ പല സംഗതികളും ചെയ്ത് ലോകത്ത് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ ഒരു വേളയിൽ അതിൽ ജീവനോടെ അവശേഷിച്ചവരെ നൽകുന്ന സന്ദർഭത്തിൽ എത്ര പോസിറ്റീവായാണ് അവർ പലരും ഈ തടവിലാക്കിയിരുന്ന മനുഷ്യരെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് ലോകം കണ്ടതാണ്. അന്ന് ഒരുപാട് പേർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഞാനടക്കമുള്ളവർ വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴൊരു വാർത്ത സർഫസ് ചെയ്തത് 2025 സുമുദ് ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീനിലെ മനുഷ്യർക്ക് സഹായങ്ങളുമായി ഒരു പ്രചാരണമായി എത്തിച്ചേർന്ന കപ്പലിലെ ഒരു ജർമ്മൻ മാധ്യമപ്രവർത്തകയെ വെറും 5 ദിവസം കയ്യിൽ കിട്ടിയപ്പോൾ അവരെ ലൈംഗികമായി പീഡിപ്പിച്ചതിനെതിരെ അദാല എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സംഘടന ഇസ്രയേലി സൈന്യത്തിൻ്റെ നടപടികൾക്കെതിരെ മനുഷ്യാവകാശ കോടതിയും അതോടൊപ്പം ലോക കോടതിയും ഒക്കെ ഇടപെടണം എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കോടതിയും ലോക കോടതിയും ഒക്കെ പുല്ലും പൂക്കാണ്ടിയുമാണ്. അതിനൊന്നും ഒരു നായയുടെ വില പോലും ഇല്ല. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സംഗതി ചത്ത ശങ്കരനെ പോലെ എവിടെയോ എല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇവർ നടത്തുന്ന ഒരു തോന്നിയാസങ്ങളെയും ഒരു നഗ്നമായ നിയമലംഘനങ്ങളെയും രാജ്യാതിർത്തികൾ ലംഘിച്ചുള്ള ആക്രമണങ്ങളെയും തടയാൻ ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുന്നൊന്നുമില്ല. ഇപ്പോൾ അമേരിക്ക കാശും കൊടുക്കുന്നില്ല. അവിടെ മിക്കവാറും ഫീസൊക്കെ ഊരി കറണ്ടില്ലാതെ ഏതെങ്കിലും മുറിയിലിരിക്കുമായിരിക്കും. പണ്ട് ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ പറഞ്ഞാൽ ഇറാഖിനെ ആക്രമിക്കുന്നതൊക്കെ വേളയിൽ ഭയങ്കര പല്ലും നഖവുമുള്ളൊരു സാധനമായിരുന്നു അവർക്ക് ആവശ്യമുള്ളപ്പോൾ. ഇപ്പോൾ അവർ എതിർ ചേരിയിലായതുകൊണ്ട് അതില്ലാതാക്കി കളഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തക ജർമ്മൻകാരിയാണ്. വെറും 5 ദിവസമാണ് അവർ കസ്റ്റഡിയിലുണ്ടായിരുന്നത്. ഈ 5 ദിവസത്തെ കസ്റ്റഡിക്കിടയിലാണ് അവരെ പൂർണ്ണ നഗ്നയാക്കി വസ്ത്രങ്ങൾ മുഴുവൻ ഊരിയെടുത്ത് വനിതാ ഓഫീസേഴ്സും കൂടി ചേർന്നുകൊണ്ട് ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരെ പൂർണ്ണ നഗ്നയാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ പരാതി നൽകിയത്. അവരാരും നമ്മുടെ നാട്ടുപുറത്ത് ഈ അയൽവഴക്കിന് പരാതി നൽകുന്ന പോലെ പരാതി എഴുതി കൊടുക്കുന്നവരല്ല, വലിയ സ്റ്റാച്ചറുള്ള ആളുകളാണ്. എന്ന് മാത്രമല്ല, ആ സംഘത്തിലുണ്ടായിരുന്ന വനിതകളെയെല്ലാം പല രൂപത്തിലും ഭാവത്തിലും ഇതുപോലെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്, വെറും 5 ദിവസം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് യവന്മാരൊക്കെ കഥകൾ എഴുതുമ്പോൾ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒക്കെ ഇത് ചെയ്തതിൻ്റെ കഥകളാണ് എഴുതി തട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഗതി ഇത് കേട്ടപ്പോൾ ഈ 2 പേരെയും ഒന്ന് താരതമ്യം ചെയ്ത് ലോകത്തിലെ ഏറ്റവും അധമന്മാരും നികൃഷ്ടരും ഭീകരരും ഒക്കെ ആരാണ് എന്നുള്ളത് ബോധ്യപ്പെടാൻ ഈ വാർത്ത ഉപകരിക്കുമെങ്കിലോ എന്ന് കരുതിയാണ് ഇത് പറഞ്ഞു പോയത്.